ഈ പേര് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരായിരുന്നു. മൈത്രേയൻ എന്നുള്ള പേരാണെങ്കിൽ പോലും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ്. സോ എന്താണ് ഈ കുസൃതി എന്ന് പറയുമ്പോൾ കുട്ടികൾ കുട്ടിക്കാലത്ത് കുസൃതി കാണിച്ച് അങ്ങനെ അച്ഛൻ ഇട്ട് തന്ന പേരാണോ, എങ്ങനെയാണ് അത് വരുന്നത്? എനിക്ക് ശരിക്കും സെക്കൻഡ് നെയിം ഉണ്ടായിരുന്നില്ല സ്കൂളിൽ ചേർക്കുമ്പോൾ. ഇത് ഞാൻ പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാണ്. കനിന്ന് മാത്രമേ പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ കാസ്റ്റും റിലീജിയനും ഒന്നും വെക്കാൻ വീട്ടിൽ നിന്ന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് സ്കൂളിൽ ചേർത്തപ്പോ ഇങ്ങനെ അമ്മ കുറച്ചു നേരം സംസാരിക്കേണ്ടി വന്നു. ശരിക്കും നമ്മളത് വെക്കാൻ നിർബന്ധം ഇല്ല ഇന്ത്യയിൽ. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ആരും ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് അത്ര കോമൺ അല്ലാത്തത് കൊണ്ടോ ടീച്ചേഴ്സ് വെക്കണം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്നവർ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ കുറേ സംസാരിച്ച് അവസാനം അവരത് സമ്മതിച്ചു, കാസ്റ്റ് റിലീജിയൻ വെക്കണ്ട. പിന്നെ അവർ സെക്കൻഡ് നെയിം നോക്കിയപ്പോ അതുമില്ല. അപ്പൊ അവർ പറഞ്ഞു ഇത് പറ്റില്ല, കുട്ടിക്ക് സെക്കൻഡ് നെയിം വേണം. എന്നിട്ട് മൈത്രേയൻ അവർ വെക്കാൻ പോയി. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അമ്മ അപ്പോഴേക്കും തളർന്ന വശയായി സംസാരിച്ചത്. കെ വെച്ചോ കെ എന്ന് പറഞ്ഞ് ശരിക്കും വെറുതെ ഇട്ടതാണ്. അങ്ങനെ ഞാൻ കനി കെ ആയിരുന്നു സ്കൂളിൽ. അപ്പൊ എല്ലാം ചെയ്യും എന്തുവാണ് കെ, തിരുവനന്തപുരത്ത് പഠിച്ചത്, കെ എന്തോന്നടേ. അപ്പൊ ഞാൻ കെ എന്താണോ എന്തോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് 10th 12th ഒക്കെ ആകുമ്പോൾ നമ്മളത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു എന്താ. അപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും ഇതുപോലെ ലൈറ്റായിട്ട് ഓരോന്ന് നിനക്ക് പറ്റിയ പേര് കുണ്ടാമണ്ടി എന്നാണ്, നീ അത് ഇട്ടോ കനി കുണ്ടാമണ്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോ വൃത്തിയിട്ട പേര് എൻ്റെ അച്ഛനമ്മയും തന്നെ പറയുമായിരുന്നു. നിനക്ക് പറ്റിയത് പറ്റതാണ്, കള്ളി, നിന്റെ സ്വഭാവത്തിനനുസരിച്ച് കള്ളിക്കരി നിട്ടാ മതി എന്നൊക്കെ പറഞ്ഞു. കനിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു കെ ഭാവിയിൽ കേട്ടാ പോരാ അതിന്റെ വാൽ എന്തെങ്കിലും ചേർക്കണമെന്ന് ആഗ്രഹം? അന്ന് കൊച്ചിലെ ആ സമയത്ത് കളിക്കുന്നതിനുള്ള തിരക്കിനിടയിൽ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ സമയം അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കപ്പം നമ്മൾ ടീനേജ് ആണോ കുറച്ച് ചൊറിഞ്ഞു വരും ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞപ്പോ എനിക്ക് അച്ഛനോ മൈത്രനേച്ചിയോടൊക്കെ ദേഷ്യം വരുന്നുണ്ട്, എന്ത് പറയുന്നത്. അപ്പൊ ഞാൻ ശബ്ദധാരാവലി എടുത്ത് തുറന്ന് മനോഹരമായ കുറെ പേരുകൾ നോക്കി. കാമോലിനി മുഖർജിയുടെ നടിയില്ലേ, അത് കാമോലിനി, അത് മതി. കനി എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ അത് വേണ്ട, കാരണം എന്റെ സ്വഭാവമായിട്ടൊരു ബന്ധം വേണ്ടേ. വലിയ നല്ല പേരെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നു മിണ്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നപ്പോ എനിക്കൊന്ന് മൈത്രേയൻ തന്നെ തമാശക്ക് ഇങ്ങനെ കുസൃതി നിട്ടോടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം, അത് എന്റെ സ്വഭാവമായിട്ട് കുറച്ചൊരു ചേർച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന്. പക്ഷെ അത്ര ആലോചിച്ചിട്ടില്ല. അപ്പം പോയിട്ട് ഇതുപോലെ എന്റെ വോട്ടർ ഐഡിയിലും നമ്മുടെ പാസ്പോർട്ടിലൊക്കെ കനി കുസൃതിന്നായി. പക്ഷെ കൂട്ടുകാർക്കൊന്നും അപ്പോഴും അറിയില്ല. അറിയാവുന്ന അടുപ്പുള്ളവരുണ്ട്, പക്ഷെ ആരും വിളിക്കാറില്ല. പക്ഷെ മലയാളികൾ ഇത് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇപ്പൊ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പോയ സമയത്തൊക്കെ അവരത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഞാൻ തിയേറ്റർ പഠിച്ചതും ഫ്രാൻസിലാണ്. അപ്പൊ അപ്പോഴും എന്നെ അവിടെ ഇന്ത്യയിൽ അത്ര അല്ലെങ്കിലും പുറത്തെ രാജ്യങ്ങളിൽ എപ്പോഴും സെക്കൻഡ് നെയിമിലാണ് വിളിക്കുക. പലപ്പോഴും എന്തെങ്കിലും എവിടെയെങ്കിലും ചിലപ്പോഴൊക്കെ മിസ് കുസൃതി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പണ്ട് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആരോ ഞാനാണെന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുമായിരുന്നു. അത് അല്ല പിന്നെ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് വരെ മാത്രമേ ഇത് എന്റെ പേരല്ലാന്ന് എനിക്ക് പേപ്പറിലൊക്കെ ഉണ്ടെങ്കിലും എന്നെ ആരും വിളിക്കാത്തോണ്ട് ഞാൻ അതങ്ങനെ മനസ്സിലാക്കിയിരുന്നില്ല. ബാങ്കിലൊക്കെ പോകുമ്പോ അവിടത്തൊക്കെ ആന്റിമാർക്ക് അറിയാം, മറ്റേ കുസൃതിക്കുട്ടി വന്നല്ലോ വരുമോ എന്നൊക്കെ പറഞ്ഞ് അവരോരോ കമന്റ് അടിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ നമ്മൾ ഈ ഫുൾ പേര് എഴുതുന്ന കാരണം എല്ലാരും അങ്ങനെ പറഞ്ഞു എനിക്ക് ഓൾറെഡി ഇപ്പൊ എന്നെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി